ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ അഭിഷേകും സായിയും അതോടൊപ്പം തന്നെ ഋഷിയും ഇരുന്ന് ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് ഒരു ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുന്ന കാര്യം ഇന്നലെ നടന്ന പൂച്ചയ്ക്കാര് മണി കെട്ടും എന്ന് പറയുന്ന ടാസ്കിനെ കുറിച്ചാണ്. അതിന്റെ രണ്ടാമത്തെ റൗണ്ടിൽ നടന്ന സംഭവങ്ങളാണ്. കാരണം രണ്ടാമത്തെ റൗണ്ടിൽ മാലയിട്ടത് ജാസ്മിൻ, നന്ദന, ഋഷി, ജിൻഡോ എന്ന് തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ ആദ്യം പോയി പറഞ്ഞത് ജാസ്മിനാണ്, തെറ്റിച്ചു പറഞ്ഞു. അതായത് മാല ഇട്ടു, ടങ് ട്വിസ്റ്റർ പറഞ്ഞത് തെറ്റിച്ചു പറഞ്ഞു. നന്ദന തെറ്റിച്ചു പറഞ്ഞു. അടുത്ത പോയത് ജിൻഡോയാണ്, ജിൻഡോയെ അവിടെ തെറ്റിച്ചു പറഞ്ഞു. അപ്പൊ ഇവര് സംസാരിക്കുന്നത് ജിൻഡോയെ കുറിച്ചാണ്. ജിൻഡോ ആ ഒരു പറയുന്ന ടങ് ട്വിസ്റ്റർ ആദ്യമേ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു എന്നാണ് സായി പറയുന്നത്. അതായത് മുരളി കളരി പഠിക്കാൻ പോയി എന്നുള്ള ഒരു വാക്ക് ജിൻഡോ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആള് തന്നെയാണ്, കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് സായി അവിടെ പറയുന്നുണ്ട്. എന്നാൽ ജാസ്മി ഇവിടെ വന്നിട്ട് ഒരളിയിലെ എന്ന് പറഞ്ഞ് ജിൻഡോയെ തെറ്റിച്ചു എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവർ രണ്ടുപേരും പോയി അവിടെ പറഞ്ഞ സമയത്ത് ഒരളിയിലെ എന്ന് പറഞ്ഞ് അവർ തെറ്റിച്ചു പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ജിൻഡോയ്ക്ക് അത് മനസ്സിലാക്കി കൂടായിരുന്നോ? ജിൻഡോ അത് എന്തിനാണ് അവിടെ പോയിട്ട് ഒരളിയിലെ എന്ന് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ജിൻഡോ തെറ്റിപ്പോയത് എന്ന് പറയുന്നുണ്ട്. അതൊരു ബുദ്ധിപൂർവ്വം അങ്ങനെ ചിന്തിച്ചുകൂടെ എന്നുള്ള രീതിയിൽ സായി അവിടെ പറയുന്നു. അപ്പൊ അവിടെ ഇരുന്ന് അഭിഷേക് പറയുക അതിന് ബുദ്ധി വേണ്ടേ, ചിന്തിക്കാൻ ബുദ്ധി വേണ്ടേ എന്നുള്ള രീതിയിൽ ഒരു വർത്തമാനം പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഋഷി അവിടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഋഷി ആദ്യം ചിരിക്കുന്നുണ്ട്. ചിരിച്ചിട്ട് ഋഷി പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എല്ലാവരും ഉറക്കം ഇല്ലാതെ ഇരിക്കുകയാണ്. പിന്നെ അതെല്ലാം ഇതുമെല്ലാം ഇവിടെ കേട്ടപ്പോൾ കൺഫ്യൂഷൻ ആയി പോയതായിരിക്കാം എന്ന് പറയുന്നുണ്ട് ഋഷി. എന്നാൽ ഈ ഒരു വർത്തമാനം ഋഷി പറഞ്ഞ കറക്റ്റ് ആണ്. അത് കൺഫ്യൂഷൻ ആയി പോയിരിക്കാം. ചിലപ്പോൾ ഉറക്കം കെട്ട് നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചു പോകാം. ചിലപ്പോൾ തെറ്റായി പറഞ്ഞു പോയതായിരിക്കാം. അതിന് ബുദ്ധി വേണ്ടേ, ബുദ്ധിയില്ല എന്ന രീതിയിൽ അഭിഷേക് പറഞ്ഞത് തെറ്റായി പോയി. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, കൈത്താങ് എന്ന് പറയുന്ന ഒരു ടാസ്ക്. കട്ടകൾ ഇങ്ങനെ അടിക്കടിക്ക് വെച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടഞ്ഞു വെക്കുന്ന ഒരു ടാസ്ക്. അതിൽ നന്ദന വന്നിട്ട് ജിൻഡോയോട് പറഞ്ഞു എപ്പോഴും കൈ നൂത്തുപിടി. അങ്ങനെ നന്ദന ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ജിൻഡോയ്ക്ക് തോന്നി. ആ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു. അത് നമുക്ക് ലൈവിൽ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ജിൻഡോ നന്ദനയോട് പറഞ്ഞു നീ എന്താണ് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇത് നിനക്ക് തന്നെ ദോഷം ചെയ്യും. കാരണം ഇത് നീ ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ, ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നിനക്ക് വോട്ടുകൾ കുറയും. അതായത് നിനക്ക് നോമിനേഷനിൽ നീ ഉള്ളത് കൊണ്ട് തന്നെ നിനക്ക് തന്നെ അത് കേടാണ് എന്നാണ് ജിൻഡോ പറഞ്ഞത്. ഇതിനെ വളച്ചൊടിച്ച് സിജോയും സായിയും അഭിഷേകും കൂടെ നന്ദനയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെ നീ കുറ്റം പറഞ്ഞത് കൊണ്ട് എനിക്ക് കിട്ടേണ്ട വോട്ട് നിനക്ക് കിട്ടത്തില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. ജിൻഡോ അങ്ങനല്ല പറഞ്ഞത്. നീ എന്തിനാണ് ഇങ്ങനെ എന്നെ കുറ്റം പറയുന്നത്, എന്നെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്? അഥവാ എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് വോട്ട് കിട്ടും, അവരുടെ വോട്ട് നിനക്ക് കിട്ടിയേനെ എന്ന രീതിയിൽ പറഞ്ഞു. അത് നീ എന്തിനാ മിസ്യൂസ് ചെയ്ത് കളയുന്നത് എന്ന രീതിയിലാണ് ജിൻഡോയുടെ പറഞ്ഞത്. പക്ഷെ അതിനെ വേറൊരു രീതിയിൽ ഇവിടെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ജിൻഡോയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ വോട്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് നീ കുറ്റപ്പെടുത്തല്ലേ എന്ന രീതിയിൽ അഭിഷേക് ഇവിടെ പറയുന്നുണ്ട്. കാരണം ഈ അഭിഷേക് ഇപ്പൊ വന്നത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു അഭിഷേക് ഒരു നല്ല ഗെയിമറാണ്, ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഗെയിമർ ആണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ അഭിഷേകിന്റെ ഈ പോക്ക് കണ്ടപ്പോൾ ഒരു സ്റ്റാൻഡേർഡും ഇല്ല എന്നുള്ള മനസ്സിലായി തുടങ്ങി. കാരണം ഒരു സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തിയാണെങ്കിൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഒരാൾക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കത്തില്ലായിരുന്നു. കാരണം ഇവിടെ ബുദ്ധിയുള്ള ആളാണല്ലോ അഭിഷേക്, ഭയങ്കരமான ബുദ്ധിയാണ്. നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ആളാണെന്നാണ് അഭിഷേക് പറയുന്നത്. എന്നാൽ ഒരു കാര്യം അഭിഷേക് മനസ്സിലാക്കണം, അഭിഷേക് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ജിൻഡോ അവിടെ ചിന്തിച്ചത് കൊണ്ടാണ് ജിൻഡോ ഇത്രയും നാൾ അവിടെ പിടിച്ചു നിന്നത്. ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാദ്യം അഭിഷേക് മനസ്സിലാക്കുക. ഒരു മനുഷ്യനെ ബുദ്ധിയില്ലാത്തവൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ് സ്വയം ബുദ്ധി ഉണ്ടോ എന്നോട് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ അവിടെ ഇവിടെ പോയി പറയുന്ന കാര്യങ്ങൾ കൃത്യത ഉണ്ടോ എന്ന് നോക്കുക. ജിൻഡോയുടെ അടുത്ത് ഒരു കാര്യം പറയുകയും അവിടെ പോയിട്ട് വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കളിയും അത് നല്ലൊരു കളിയുമല്ല. അതോടൊപ്പം തന്നെ സായി വായി തുറക്കുന്നത് തന്നെ കഴിക്കാനും അതോടൊപ്പം തന്നെ മറ്റൊരുത്തിന് കുറ്റം പറയാനും മാത്രമാണ്. അല്ലാതെ സായിക്ക് അവിടെ വേറെ റോള് ആ ബിഗ് ബോസ് ഹൗസിലില്ല. നമ്മളൊക്കെ വിചാരിച്ചു സീക്രട്ട് ഏജന്റ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടങ്ങ് മല മറിക്കുമെന്നൊക്കെ. പക്ഷെ അവിടെ പോയതിനു ശേഷം ജാസ്മിന്റെ ഉപ്പ പറഞ്ഞ ആ ഒരു ദൂതുമായിട്ട് ഉള്ളിൽ പോയി അവർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയും അവിടെ പോയിട്ട് ഇപ്പൊ സിജോയുടെ കൂടെ കൂടിയിട്ടുണ്ട്, സിജോയെ കുതികാലി വെട്ടാൻ. അതോടൊപ്പം തന്നെ ആ ചേട്ടന്റെ സ്ഥാനം കളിച്ചുകൊണ്ട് നന്ദനെ കൂട്ടുപിടിച്ച ആ നന്ദന കൊച്ചിനെ ഈ പ്രാവശ്യം പുറത്താക്കും എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദന ഈ പ്രാവശ്യം പുറത്തു പോകും. അതായത് കുഞ്ഞുപെങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവിടെ കളിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, കുഞ്ഞുപെങ്ങളെ ഈ ആഴ്ച പോകുമെന്നാണ് തോന്നുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്നതന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ അഭിഷേക് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അഭിഷേക് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണ്, കളിച്ചോട്ടെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. നല്ല രീതിയിൽ തന്നെ വരണം. പക്ഷെ ഈ ഒരു മനുഷ്യനെ ഒരു ഇതുണ്ടല്ലോ, ബുദ്ധിയില്ലാത്തവനെന്നും മനുഷ്യനെ കളിയാക്കുന്ന രീതി, ആ ഒരു രീതിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഉള്ളതുപോലെ പറഞ്ഞ് കളിച്ചോളി. നല്ല കാര്യം തന്നെയാണ്. കാരണം എന്താണ് തെറ്റ്, അത് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ അതൊക്കെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ, ബുദ്ധിയില്ലാത്തവൻ, കറുത്തവൻ അങ്ങനെ പറഞ്ഞൊക്കെ ഒരു
ഈ കളിയാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.